211 കോടി രൂപ വെട്ടിച്ച സംഭവത്തിൽ കോട്ടയം നഗരസഭയിലേക്ക് ബിജെപിയുടെ പ്രതിഷേധം. തത്സമയം അഴിമതി വീര തിരുവഞ്ചൂര്, അഴിമതി വീര തിരുവഞ്ചൂര്, എവിടെ പോയി ആദർശം, എവിടെ പോയി ആദർശം, നാണമില്ലേ നിങ്ങൾക്ക്, നാണമില്ലേ നിങ്ങൾക്ക്. കോട്ടയത്തെ എംഎൽഎ, കോട്ടയത്തെ എംഎൽഎ, കോട്ടയത്തിന്റെ അഭിമാനം, കോട്ടയത്തിന്റെ അഭിമാനം. ഭാരത് മാതാ കി, ഭാരതീയ ജനതാ പാർട്ടിക്ക്. അഴിമതിയിൽ മുങ്ങിയ കോട്ടയം നഗരസഭയിലെ കോൺഗ്രസ്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് ഈ അഴിമതി? കോട്ടയം നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ വിജിലൻസ് രേഖകളാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയാണ് ഉണ്ടായത്. അതായത് ചെക്ക് മുഖേന നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിച്ച ചെക്കുകളൊന്നും അതിന്റെ പണമൊന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള അപൂർവമായിട്ടുള്ള കാര്യമാണ് കണ്ടെത്തിയത്. ഇത് പരിശോധിച്ചതിൽ നിന്ന് വിവിധ അക്കൗണ്ടുകളിൽ നിന്നായി ഏതാണ്ട് 211 കോടി രൂപയുടെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ തിരിമറി നടന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു ശുപാർശയും അതുപോലെ തന്നെ നിർദ്ദേശവും എല്ലാം വെച്ചുകൊണ്ടായിരുന്നു ഈ ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് വിവിധ കക്ഷികൾ മുന്നോട്ട് വന്നത്. നമുക്കറിയാം, ഇതോടകം തന്നെ കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് ഒരു മുൻ ജീവനക്കാരൻ നടത്തിയത് വലിയ വിവാദമായിരുന്നു. അതും കോടിക്കണക്കിന് രൂപ പെൻഷൻ ഫണ്ടിൽ നിന്ന് സാധാരണക്കാർക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ ഫണ്ടിൽ നിന്ന് സ്വന്തം മാതാവിന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ വകമാറ്റിക്കൊണ്ടാണ്, കോടികൾ തിരിമറി നടത്തിക്കൊണ്ടായിരുന്നു ആ ഒരു തട്ടിപ്പ് നടത്തിയത്. അതിന് ആ പ്രതിയെ ഇപ്പോഴും പിടികൂടിയിട്ടില്ല. അതിന് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ അക്കാര്യത്തിൽ യാതൊരു നടപടിയും പ്രതിയെ പിടികൂടാൻ പോലീസിനോ അല്ലെങ്കിൽ മറ്റു സംവിധാനത്തോ സാധിക്കാതെ തുടരുന്ന സാഹചര്യത്തിലാണ് പുതിയ അഴിമതി വാർത്ത കൂടി കോട്ടയം നഗരസഭയിൽ നിന്ന് പുറത്തു വരുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഭരണകക്ഷിക്കെതിരെ, UDF-നെതിരെ CPM-ഉം LDF-ഉം അതുപോലെ തന്നെ BJP-യും ഉയർത്തുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു ഇരട്ടത്താപ്പ് സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന LDF-ഉം അതുപോലെ തന്നെ നഗരസഭ ഭരിക്കുന്ന UDF-ഉം തമ്മിലുണ്ട് എന്നുള്ള ആരോപണം ശക്തമായി BJP ഉന്നയിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്നുള്ള കാര്യം BJP ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മാത്രമാണ് അതിന്റെ വിജിലൻസ് അന്വേഷണത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. പ്രതി ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ് തുടരുന്നത്. അതേസമയം തന്നെ വാദപ്രത്യാരോപണങ്ങളുമായി പരസ്പരം കൊമ്പ് കോർക്കുന്നു എന്നുള്ളതല്ലാതെ പ്രതിയെ കണ്ടെത്താനുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളിലേക്ക് എത്താനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള അഴിമതി പ്രശ്നങ്ങൾ, അഴിമതി കഥകൾ പുറത്തു വരുമ്പോഴും അതിന് ബലവത്താവുന്ന രീതിയിലുള്ള നടപടിയിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ് BJP ഇപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യം. ഇത് നഗരസഭയല്ല, അഴിമതി സഭയാണ് എന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടാണ്, ആ മുദ്രാവാക്യം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ അഴിമതി ആരോപണത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോൾ നഗരസഭയുടെ പോർട്ടിക്കോയ്ക്കുള്ളിൽ BJP ജില്ലാ കമ്മിറ്റി നടത്തുന്ന മാർച്ചിലാണ് BJP ജില്ലാ അധ്യക്ഷൻ ലിജിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, കോട്ടയം നഗരസഭയിലേക്ക് BJP-യുടെ പ്രതിഷേധ മാർച്ച് 211 കോടി രൂപ വെട്ടിച്ച സംഭവത്തിൽ ആണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ. സെക്രട്ടറി ശ്രീ S. രതീഷ്, മേഖലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ TN ഹരികുമാർ, ശ്രീ CN സുഭാഷ്, പാർട്ടിയുടെ കൗൺസിലർമാരായിട്ടുള്ള ശ്രീ വിൻവാർ മോഹൻ, അനിൽകുമാർ TR, റീബ വർക്കി, ജയ ടീച്ചർ, KU രഘു, ബിജു പാറയ്ക്കൽ അടക്കമുള്ള പാർട്ടിയുടെ സമാരാധരായിട്ടുള്ള നേതാക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ നമസ്കാരം. കോട്ടയം നഗരസഭയിലെ കഴിഞ്ഞ 6 മാസം
ശരി, എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് മലമ്പുഴ ഡാമിലെ വെള്ളം നൽകാനുള്ള നീക്കത്തിൽ BJP ഉപരോധം തുടരുകയാണ്. തത്സമയം ഹലോ മൈക്ക് ഐഡിയ മൈക്ക് ഞങ്ങൾ പോയി നോക്കാം. വിടണം വിടണം. ശരി സാറേ, ശരി, അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കാണ് BJPയുടെ ഉപരോധം. കൃത്യമായ ലക്ഷ്യമുണ്ടവർക്ക്. ചർച്ചയാണോ, ഒത്തുതീർപ്പ് ചർച്ചയാണോ? പോലീസ് ആദ്യം ഈ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ C. കൃഷ്ണകുമാർ, ജില്ലാ അധ്യക്ഷനായ KM ഹരിദാസ്, യുവമോർച്ച ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ ഈ ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടി ഇവർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് എത്തിയപ്പോൾ ആദ്യം തന്നെ അവരെ തടയുകയായിരുന്നു പോലീസ് ചെയ്തത്. ഈ ഓഫീസിൻ്റെ മുൻവശത്ത് തന്നെ അവർ പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് പ്രവർത്തകരെ ഉള്ളിലേക്ക് കടന്നു പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. തുടർന്ന് പ്രവർത്തകർ അവിടെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം മുഴക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇപ്പോൾ പോലീസ് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണുന്നതിന് വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ അവരുമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി സംസാരിക്കുകയാണ്. ഇല്ല, സോറി, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പറയുന്നത് ഞങ്ങൾ സർക്കാരിലേക്ക് അയക്കുന്നു. നിങ്ങൾക്ക് അറിയണമല്ലോ, പാലക്കാട്ടുകാർക്ക് അറിയണ്ടേ. ഇപ്പം തന്നെ പാലക്കാട് നഗരത്തിൽ കുടിവെള്ള പ്രശ്നമുണ്ട്. പരിസരത്തെ പഞ്ചായത്ത് ഈ താറ തൊട്ടുള്ളതല്ലേ മരുതറോഡ് പഞ്ചായത്ത്. എല്ലാ ആഴ്ചയും സമരമാണ് അവിടെ. 17-ാം വാർഡിലും 18-ാം വാർഡിലും കുടിവെള്ളം കിട്ടാതെ നിരന്തര സമരം. കൽമണ്ഡപം വാട്ടർ ടാങ്കിന്റെ തൊട്ട് കിടക്കുന്ന പ്രദേശം. ഇങ്ങനെ ജലജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ഏറ്റവും പുറകിലാണ്, കേരളവും പുറകിലാണ്. ഏത് പഞ്ചായത്തിലും ഞാൻ തന്നെ മലമ്പുഴയിൽ അക്കരെ പോയി, പൈപ്പ് ലൈൻ ഇട്ടുണ്ട്, വാട്ടർ ടാങ്ക് കിട്ടിയിട്ടില്ല. 4 കോടി രൂപയുടെ വാട്ടർ ടാങ്ക് ഇനി ടെൻഡർ എടുത്തിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ പൈപ്പ് ലൈനുകൾ എല്ലാവരും ഇട്ടുണ്ട്, എല്ലാ പ്രദേശത്തും ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടേക്കൊന്നും വെള്ളം കിട്ടാനുള്ള പരിപാടി. അപ്പോൾ ഒരു മധ്യ കമ്പനി വരിക, അവർക്ക് വെള്ളം കൊടുക്കാൻ 25 ലക്ഷം ലിറ്ററോ 30 ലക്ഷം ലിറ്ററോ കൊടുക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാണ്. അത് ഞങ്ങൾ അനുവദിക്കും. കുഴി കുത്തിയിട്ടാണ് വേനൽക്കാലത്ത് നമ്മുടെ ഡാമിനകത്ത് കുഴി കുത്തിയിട്ടാണ് വെള്ളം എടുക്കുന്നത്. മാധ്യമങ്ങളൊക്കെ വരുന്നതാണ്, ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നത് എല്ലാം വരുന്നു. ഇന്നലെ പോയപ്പോൾ അവിടെ മുഴുവൻ ടാങ്കുകൾ പണിത് വെച്ചിട്ടുണ്ട്. ആ ടാങ്കിലൊന്നും വെള്ളം നിറയ്ക്കണ പോലുമില്ല. ആദിവാസി കോളനിയിലെ ആളുകൾ മലയുടെ മുകളിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ടാണ് വെള്ളം, മുമ്പിൽ കുറ്റുവെള്ളമാണ് കുടിക്കുന്നത്. ഇതാണ് സ്ഥിതി.
ഇത് ആദ്യമേ ഇവര് ഞങ്ങൾക്ക് മുമ്പെയാണ് ഇതാണ് കൊടുത്തത്. അന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നത് അവരേതോ ഒരു ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അതൊരു ഫീസിബിലിറ്റി വേണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കിൻഫ്രയിലേക്ക് ഒരു 10 MLD നമ്മളത് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുടിവെള്ളം ശുദ്ധീകരിക്കാത്ത നേരിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പം അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നില്ല, അതൊന്നും ആയിട്ടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൈപ്പ് ലൈൻ ഇടാനുള്ള പ്രശ്നമുണ്ട്. അപ്പം വേണമെങ്കിൽ അതിൽ നിന്ന് സ്പെയർ ചെയ്യാം എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കൊടുക്കും എന്ന് പറഞ്ഞില്ല. സർ, ഇൻ റൈറ്റിംഗ് ഇല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇൻ റൈറ്റിംഗ് ഒരു ഇതില്ലാതെ ഒരു ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റും. ഇൻ റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അല്ല, റൈറ്റിംഗ് കൊടുത്തത് ഇങ്ങനെയാണ് കൊടുത്തതാണ്. കിൻഫ്രിയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. കിൻഫ്രിയിലല്ല ഇത്. അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കൃഷിക്ക് വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട്. പട്ടാമ്പി വരെയുള്ള കുടിവെള്ള പദ്ധതികൾ ഈ ഇതിനെ ആശ്രയിച്ചിട്ടാണ്. പറളി പഞ്ചായത്ത് വിട്ടിട്ട് ഭാരതപ്പുഴയിൽ മാർച്ച് ഏപ്രിൽ വെള്ളം തുറന്നു വിട്ടില്ലെങ്കിൽ എല്ലാ കുടിവെള്ള പദ്ധതിയും ഇങ്ങനെ ഒരു സാഹചര്യം. പാലക്കാട് മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് മലമ്പുഴയാണ്. ആ മലമ്പുഴ ഡാമിത്തെ വെള്ളം ഇങ്ങനെയുള്ള കമ്പനിക്ക് കൊടുത്തിട്ട് ഇപ്പം നിലവിലുള്ള കമ്പനികൾ ഇഷ്ടംപോലെ ഉണ്ട്. മദ്യം കുടിക്കണവന് ഇഷ്ടംപോലെ കുടിക്കാൻ 2 കുടിക്കാനുള്ള കപ്പാസിറ്റിയുള്ള പ്ലാന്റുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒരു പ്ലാന്റ് പ്രത്യേകിച്ച് ആ പ്രദേശത്തെ സംബന്ധിച്ച് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി 8 കോടി രൂപ അപ്പോൾ അവിടുത്തെ കുളങ്ങൾ റീചാർജ് ചെയ്യാനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ജോർജ് കുര്യൻ മിനിസ്റ്റർ വന്ന് പാസ്സാക്കിയിരിക്കുക. അവിടെ എലപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ പാടശേഖര സമിതിയും താഴെയുള്ള കുളങ്ങൾ റീചാർജ് ചെയ്യാനുള്ള പ്രൊജക്ട് ഞങ്ങൾ പറഞ്ഞ് 8 കോടി രൂപ പാസ്സാക്കിയിരിക്കുകയാണ്. കാരണം അവിടുത്തെ കുടിവെള്ള ക്ഷാമം വരിക. അപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ്, ഉത്തരവാദിത്തമുള്ള സംസ്ഥാന ഗവൺമെൻറ് മദ്യ കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കും. വാട്ടർ അതോറിറ്റി ഇതൊന്ന് പിൻവാങ്ങും. ശക്തമായിട്ടുള്ള പാലക്കാടുകാരുടെ എതിർപ്പ് വാട്ടർ അതോറിറ്റി അറിയിക്കണം. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അതിനെ കൂട്ടുനിൽക്കും. വേണുസാർക്ക് അറിയാം ഞങ്ങളുടെ അവിടെയൊക്കെ ഇപ്പോഴാണ് വെള്ളം കിട്ടാൻ തുടങ്ങിയത്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വേണുസാറുടെയൊക്കെ വീടുകളിൽ ഇപ്പൊ വാട്ടർ ടാങ്കിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 വർഷമായിട്ടുണ്ടാവും. വലിയ പ്രശ്നമാണ്, രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. ആ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങളൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അറിയാം. റോഡ് കുഴിക്കാൻ എവിടെയൊക്കെ ഞങ്ങൾ പെർമിഷൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. അന്ന് വേണുസാറ് അടക്കമുള്ള ആളുകളുടെ അത്രയും താല്പര്യം എടുത്തുകൊണ്ടാണ് അത് നടന്നത്. ഇന്ന് അത് മുഴുവൻ തകിടം മറിയുന്ന രീതിയിൽ മലമ്പുഴ ഡാമിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ പ്ലാന്റിൽ വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ വാട്ടർ അതോറിറ്റി അന്ന് പിൻവാങ്ങണം. ശക്തമായിട്ടുള്ള എതിർപ്പ്, പാലക്കാട്ടുകാരുടെ എതിർപ്പ് വാട്ടർ അതോറിറ്റി മന്ത്രി അറിയിക്കണം, സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം. ഒരു കാരണവശാലും കൊടുക്കരുത്. നമുക്ക് മദ്യ കമ്പനിയുടെ ആവശ്യമില്ല. 2 കേരള ഡിസ്റ്റിലറിയും മലബാർ ഡിസ്റ്റിലറി ഓപ്പൺ ചെയ്താൽ തന്നെ ആവശ്യം ഇരട്ടിയാണ്. ഇപ്പൊ തന്നെ 2 ലക്ഷം കൂടുതലാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. 38 ലക്ഷമാണ് കപ്പാസിറ്റി പെർ ഡേ. ആകെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് 17 ലക്ഷം. ഇവിടെ 20 ലക്ഷം ഉത്പാദിപ്പിക്കുന്നത് 17 ലക്ഷം ഇവിടെ ചെലവുള്ളൂ. ഇപ്പൊ തന്നെ ചെലവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ വന്നാണ്. പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത് ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഞങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ വരുന്ന സമയത്ത് പോലീസ് അതുപോലും കാണാൻ, ഒരു ഉദ്യോഗസ്ഥനെ, സർക്കാർ ഉദ്യോഗസ്ഥനെ കാണാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ഭീകരവാദികളൊന്നും അല്ലല്ലോ. ഞാൻ ജനപ്രതിനിധി 20 വർഷം ജനപ്രതിനിധി ആയിരുന്ന ആളാണ്. ഇവരൊക്കെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. എന്റെ അയൽവാസിയെ ആക്രമിക്കാൻ ഞാൻ വരില്ലല്ലോ. അത് മാത്രമല്ല സാർ, ഇത് ഇവിടെ ഈ ഓഫീസറല്ലേ സാറിന് പ്രൊട്ടക്ഷൻ തരാൻ സാധിക്കൂ. ജനങ്ങളുടെ പ്രശ്നമാണിത്, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം. ഞങ്ങളെന്ന് കേട്ടില്ലായിരുന്നെങ്കിൽ സാറ് ഞങ്ങൾ പുറത്തിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കും. സത്യാവസ്ഥ പറയാം. തരാൻ സാധിക്കുള്ളൂ. എപ്പോ എന്ത് സംഭവിക്കും പറയാൻ സാധിക്കില്ല. ശരി, എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് മലമ്പുഴ ഡാമിൽ വെള്ളം നൽകാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചായിരുന്നു BJPയുടെ ഉപരോധം. ഒടുവിൽ C. കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ BJP നേതൃത്വം ഉള്ളിലേക്ക് ചെന്ന് വാട്ടർ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി ധരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. വളരെ സമവായത്തിൽ, അതായത് പാടില്ലാത്തതാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് ഒഴിവാക്കണം, അത് സർക്കാരിനെ അറിയിക്കണം, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം വളരെ സൗമ്യമായ ഭാഷയിൽ അത് അദ്ദേഹത്തോട് പറയുന്നത് നമ്മൾ കണ്ടതാണ്. വിവരങ്ങൾ നൽകിയത് അരുണാരത്ത്.